എന്താ പറ്റിയത്? എന്റെ പൊന്നു സാറെ, കുറെ നാളെയും മുറിവും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്താ. എനിക്ക് പണിക്ക് പോലും പോകാൻ പറ്റണില്ല. ഒന്നും പേടിക്കണ്ട. BSS ഹെൽത്ത് കെയർ ഇന്റർനാഷണൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഉണങ്ങാത്ത ഏത് മുറിവും ഉണങ്ങിയിരിക്കും. നമ്മൾക്ക് പ്രൊസീജിയർ റൂമിലേക്ക് പോകാം. മാഡം, മുറിവുകളൊന്ന് പരിശോധിക്കട്ടെ. മുറിവ് ഇത്തിരി ഡീപ്പാണ്, പക്ഷെ പേടിക്കേണ്ടതില്ല. ഇതിലും വലിയ മുറിവുകൾ ഇവിടുന്ന് ചികിത്സിച്ച് ഭേദാക്കിയിട്ടുണ്ട്. ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങും, ഒന്നും പേടിക്കാനില്ല. സിസ്റ്റർ, ഡ്രസ്സിംഗ് ക്ലോസ് ചെയ്തോളൂ, ഞാൻ മെഡിസിൻസ് എഴുതാം. ഓക്കെ സർ. ചേച്ചി പേടിക്കണ്ട, നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിതൊരു 7 days വരെ വെക്കാവുന്ന ഒരു ഡ്രസ്സിംഗ് ആണ്. ഇപ്പൊ തൽക്കാലം നമ്മളൊരു 3 ദിവസത്തേനാണ് പറയുന്നത്, കാരണം അതിനകത്തുനിന്ന് പഴുപ്പും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 3 days കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഡ്രസ്സിംഗ് വെച്ച് കഴിയുമ്പോൾ. ഇത് നനയ്ക്കാൻ പാടില്ല, പിന്നെ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് വേണം, പിന്നെ നമ്മൾ നല്ല ഫുഡ്സ് കഴിക്കണം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ഫുഡിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ഒരു 3 days കഴിയുമ്പോൾ ഡോക്ടറെ കാണാനായിട്ട് വരണം. അപ്പൊ നമ്മൾ ബാക്കി ഡ്രസ്സിംഗ് ചെയ്തു തരാം കേട്ടോ. വിഷമിക്കേണ്ട, വേഗം ഉണങ്ങും കേട്ടോ. ഓക്കെ അല്ലേ? വേദനയൊക്കെ മാറിയില്ലേ? മാറി, സന്തോഷമായി. ഓക്കെ, താങ്ക് യു. റിപ്പോർട്ട്സ് ആണേ. കുറച്ച് മെഡിസിൻസ് ഡോക്ടർ എഴുതിയിട്ടുണ്ട്, അതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് രാവിലെ കഴിക്കാനുള്ളതാണ്, രാവിലെയും രാത്രിയിലും കഴിക്കാനുള്ളതാണ്. ഇത് ആൻറ്റിബയോട്ടിക് ആണ്. ഇത് ആഹാരത്തിന് അരമണിക്കൂർ മുന്നേ കഴിക്കാനുള്ളതാണ് കേട്ടോ. ഇതും 2 നേരം കഴിക്കണം. അപ്പോൾ ഒരു 3 days കഴിയുമ്പം നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. ശരി, അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ബൈ പറയൂ. BSS ഉണ്ട് നിങ്ങൾക്കൊപ്പം.